അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ അൽഫിയയിൽ മാരിഫയെക്കുറിച്ചാണ് സംസാരിച്ചു വെച്ചത്. വഗൈറുഹു മാരിഫത്തുൻ കഹും വദി വഹിന്ദ വബ്നി വൽ ഗുലാമി വല്ലദി. മാരിഫയുടെ ഇനങ്ങൾ മൊത്തത്തിൽ പറഞ്ഞു. അതിൽ ആദ്യത്തേത് ദമീറുകളാണ്. അതാണ് ഗ്രന്ഥകാരൻ സൂചിപ്പിച്ചത്. വഗൈറുഹു മാരിഫത്തുൻ കഹും, ഹും പോലെ. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ദമീറുകളാണ്. അപ്പോൾ ഗ്രന്ഥകാരൻ ഇനി മാരിഫകളെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ മാരിഫ, അറഫുൽ മാരിഫ്, ഏറ്റവും അറിയപ്പെട്ട മാരിഫ ദമീറുകളാണ്. അതുകൊണ്ട് അദ്ദേഹം ദമീറുകളിൽ തുടങ്ങുകയാണ്. നമ്മളിവിടെ ആദ്യം ദമീറുകൾ എന്ത് എന്ന് മനസ്സിലാക്കി, ദമീറുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി, ഇൻഷാ അല്ലാഹ് ഗ്രന്ഥകാരൻ്റെ വരികളിലേക്ക് വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വിഷയം പെട്ടെന്ന് ഉൾക്കൊള്ളാനാകും. ദമീറുകൾ നമ്മൾ മലയാളത്തിൽ സർവനാമങ്ങൾ എന്ന് പറയും. അറബി വ്യാകരണത്തിൽ ദമീറുകൾ ഇസ്മുൻ ജാമിദുൻ യദുല്ലു അലൽ മുതകല്ലിമി വൽ മുഖാതബി വൽ ഗായിബ്. ദമീറുകൾ എന്നാൽ ഇസ്മുൻ ജാമിദുൻ, അത് നാമമാണ്. എങ്ങനെയാണ് നാമം? ജാമിദായ നാമം. ജാമിദായ നാമം എന്ന് പറഞ്ഞെങ്കിൽ ഇസ്മുകൾ രണ്ട് തരമുണ്ട്. ഒന്ന് മുഷ്തഖ്, രണ്ട് ജാമിദ്. മുഷ്തഖ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിൽ നിന്ന് വ്യുൽപ്പന്നമായത്, എടുക്കപ്പെട്ടത്. ഇപ്പോൾ നായിം എന്നുള്ളത് ഒരു ഇസ്മാണ്, ഉറങ്ങുന്നവൻ. ഇത് ഒന്നുകിൽ നാമ എന്ന ക്രിയയിൽ നിന്ന് അല്ലെങ്കിൽ നൗം എന്ന മസ്ദറിൽ നിന്ന് എടുക്കപ്പെട്ടതാണ്. നാമ എന്ന ക്രിയയിൽ നിന്ന് അല്ലെങ്കിൽ നൗം എന്ന ക്രിയാധാതുവിൽ നിന്ന് എടുക്കപ്പെട്ടതാണ് നായിം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നായിം എന്നുള്ളത് എന്താണ്? മുഷ്തഖായ ഇസ്മാണ്, മറ്റൊന്നിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ നായിം എന്ന ഇസ്മിന് എന്തുണ്ട്? ഒരു അസിലുണ്ട്. പിന്നെ ഈ നായിമിന് നായിമൂൻ, നായിമാനി, നായിമത്തുൻ, നായിമത്താൻ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് വേറെ നാമങ്ങളെ നമുക്ക് വിൽപ്പന്നമായിട്ട് സ്വീകരിക്കാം. അപ്പം അങ്ങനെയുള്ള ഇസ്മുകൾക്കാണ് മുഷ്തഖ് എന്ന് പറയാം. എന്നാൽ ഇങ്ങനെയല്ലാത്ത ചില ഇസ്മുകളുണ്ട്. അത് മറ്റൊരു അസിലിൽ നിന്ന് ഇതേപോലെ എടുക്കപ്പെട്ടതല്ല, അതിൽ നിന്ന് മറ്റു നാമങ്ങൾ വിൽപ്പന്നമായി എടുക്കപ്പെടുകയുമില്ല. അങ്ങനെയുള്ള ഇസ്മുകളുണ്ട്. അവക്കാണ് ജാമിദ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മുടെ ദമീറുകൾ തന്നെ. ഇപ്പോൾ ഹുവ എന്നുള്ള ദമീർ, ഇത് വേറെ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതല്ല, ഇതിൽ നിന്ന് വേറൊന്ന് വിൽപ്പന്നായിട്ട് വരില്ല. മനസ്സിലല്ലേ? അപ്പം ഇത്തരം ഇസ്മുകൾ അതിനാണ് എന്ത് പറയുക? ജാമിദ് എന്ന് പറയാം. നൗം, നാമ എന്നതിൽ നിന്നൊക്കെ നായിം എന്നുള്ള ഇസ്മ പിടിച്ചെടുക്കപ്പെട്ടു, അതുകൊണ്ട് തന്നെ ഇത് മറ്റൊന്നും എടുക്കപ്പെട്ടതാണ്. അതിനാണ് മുഷ്തഖ് എന്ന് പറയാം. ദമീറുകൾ ഇസ്മുൻ ജാമിദുൻ, ജാമിദായ ഇസ്മുകളാണ്, മുഷ്തഖ് അല്ല. യദുല്ലു, ഈ ഇസ്ം അത് അറിയിക്കും, അലൽ മുതകല്ലിമി വൽ മുഖാതബി വൽ ഗായിബ്. നമ്മൾ മുതകല്ലിമിന് ഉത്തമ പുരുഷൻ എന്ന് പറയും, മുഖാതബിന് മധ്യമ പുരുഷൻ എന്ന് പറയും, ഗായിബിന് പ്രഥമ പുരുഷൻ എന്ന് പറയും മലയാളത്തിൽ. മനസ്സിലല്ലേ? ഇത് ഉത്തമ പുരുഷനാണ്, ഇത് മധ്യമ പുരുഷനാണ്, ഇത് പ്രഥമ പുരുഷനാണ്. മുതകല്ലിം എന്ന് പറയുമ്പോൾ സംസാരിക്കുന്നവൻ, ഞാൻ, എന്നെ, എൻ്റെ ഒക്കെ അർത്ഥങ്ങൾ തരാനാണ് മുതകല്ലിം. മുഖാതബ് നീ, നിന്നെ, നിൻ്റെ തുടങ്ങിയുള്ള അർത്ഥങ്ങൾ തരാനാണ്. ഗായിബ് അവൻ, അവൾ, അവർ, അവൻ്റെ, അവളുടെ തുടങ്ങിയിട്ടുള്ളതായ അർത്ഥങ്ങൾ
തരാനാണ്. അപ്പോൾ മുതകല്ലിമിനെ, മുഖാത്തബിനെ, ഗായിബിനെ അറിയിക്കുന്ന ജാമിദായ ഇസ്മിനാണ് ദമീർ എന്ന് പറയാം. ദമീർ എന്ന് പറയുക. അറബി ഭാഷയിൽ ദമീറുകൾ പലതുണ്ട്. ചില വ്യാകരണ പണ്ഡിതന്മാർ 70 എണ്ണം ദമീറുകൾ ഉണ്ട് എന്ന അഭിപ്രായക്കാരാണ്. ഇവിടെ ആ ദമീറുകളെയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ദമീറുകളുടെ വിവിധ വകുപ്പുകൾ. ദമീറുകൾക്ക് വ്യാകരണത്തിൽ പല വകുപ്പുകളുണ്ട്, ഇനങ്ങളുണ്ട്. അതിൽ നമ്മൾ പ്രഥമമായി മനസ്സിലാക്കേണ്ട ഇനങ്ങളെയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ചിലത് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ബെയ്ത്തുകൾ വിശദീകരിക്കുമ്പോൾ അവിടെ വരും. ഇവിടെ നോക്കി നിങ്ങൾ, ഇതൊരു ഗണാണ്, നീല മഷിയിൽ എഴുതിയത്. ഇത് മറ്റൊരു ഗണാണ്, ചുവപ്പ് മഷിയിൽ എഴുതിയത്. ഇത് ഇനിയും മറ്റൊരു ഗണമാണ്. ഇവ വേറൊരു ഗണം. അതേപോലെ തന്നെയാണ് ഇതും മറ്റൊരു ഗണം. മൊത്തം ഇത് 70 എണ്ണാണ്. മുത്തസിൽ മർഫൂആയ 14 ദമീറുകൾ. 14 ദമീറുകൾ. ദറബ, ദറബ, ദറബു, ദറബത്, ദറബത, ദറബ്ന, ദറബ്ത, ദറബ്തുമ, ദറബ്തും, ദറബ്തി, ദറബ്തുമാ, ദറബ്തുൻ, ദറബ്തു, ദറബ്ന. ഇത് 14 എണ്ണം ഉണ്ട്. ഈ ദമീറുകൾക്കാണ് മുത്തസിൽ മർഫൂആയ ദമീറുകൾ എന്ന് പറയാം. ഇതിലെ ദമീറുകളൊക്കെ മറ്റൊന്നിനോട് ചേർന്ന് വന്നതാണ്, ക്രിയയോട് ചേർന്ന് വന്നതാണ്. ദറബ, ദറബ, ദറബു, ഈ ദറബ എന്ന ക്രിയയോട് ചേർന്നതാണ്. അതുകൊണ്ടാണ് മുത്തസിൽ എന്ന് പറയുന്നത്. ദമീർ ക്രിയയോട് ചേർന്നു. മാത്രമല്ല അത് മർഫു എന്ന് പറയാൻ കാരണം റഫ്ഉ ചെയ്യപ്പെട്ട മുത്തസിലായ ദമീറുകളാണ്. റഫ്ഉ ചെയ്യപ്പെട്ട എന്ന് പറഞ്ഞാൽ ദറബ, അവൻ അടിച്ചു, അവൻ അടിച്ചു, അവൻ എന്നുള്ള പ്രഥമ പുരുഷനായ ഗായിബിൻ്റെ ദമീറാണ് അവൻ. അപ്പോൾ അവൻ എന്നുള്ളത് എന്താണ്? ഫായിലാണ്, കർത്താവാണ്. ഫായിലിൻ്റെ ഇഅ്റാബ് എന്താണ്? റഫ്ആണ്. അപ്പോൾ ദറബ എന്നതിലുള്ള ദമീർ അത് റഫ്ഉ ചെയ്യപ്പെട്ട ദമീറാണ്. മാത്രമല്ല അത് ക്രിയയോട് ചേർന്ന് വന്ന ദമീറാണ്. ഇവിടെ പിന്നെ ഈ ദമീർ അത് പിന്നെ 2 നിലക്കുണ്ട്. ഒന്ന് മുത്തസിലായ ബാരിസായ, കണ്ടോ, ദമീറിൻ്റെ ലഫ്ള് പ്രകടമായി കാണുന്ന ദമീറുണ്ട്. മുസ്തത്തിറായ ദമീറുണ്ട്, മറഞ്ഞു കിടക്കുന്ന ദമീറുണ്ട്. ദറബയിൽ മുസ്തത്തിറാണ് ദമീർ. ദറബ, ദറബു എന്നുള്ളിടത്തൊക്കെ എന്താണ്? അവിടെ ദമീർ ബാരിസാണ്, ബാരിസാണ്. ഇനി ഈ മർഫൂ മുത്തസിലായ ദമീറുകൾ അത് 14 എണ്ണം. 14 എണ്ണം. അതിൽ ഈ 3 വകുപ്പുണ്ട്. ഗായിബുണ്ട്, മുഖാത്തബുണ്ട്, മുതകല്ലിമുണ്ട്. പ്രഥമ പരിഗണന മുതകല്ലിമിനാണ്. ദറബ്തു, ദറബ്ന, ദറബ്തു ഞാൻ അടിച്ചു, ദറബ്ന ഞങ്ങൾ അടിച്ചു. മനസ്സിലല്ലേ? അപ്പോൾ ഇവിടെ പിന്നെ മുത്തസിലായ മർഫൂഇൻ്റെ ദമീർ മുതകല്ലിമിൻ്റേതാണ്. മുതകല്ലിമിൻ്റെ മുത്തസിൽ മർഫൂആയ ദമീറുകളാണ് 2 എണ്ണം. പിന്നെ ഈ 6 എണ്ണം ദറബ്ത, ദറബ്തുമ, ദറബ്തും, ദറബ്തി, ദറബ്തുമ, ദറബ്തുന്ന എന്നുള്ളിടത്ത് ദമീർ മുത്തസിലാണ്. അത് മുഖാത്തബിൻ്റേതാണ്, അതാണ് 2ാം സ്ഥാനത്ത്. പിന്നെ ഗായിബിൻ്റെ ദമീർ അതാണ് എവിടെ ഉള്ളത്? ദറബ, ദറബ, ദറബു, ദറബത്, ദറബത, ദറബ്ന, അതിലുള്ളത് ഗായിബിൻ്റെ ദമീർ, പ്രഥമ പുരുഷൻ എന്ന് പറയുന്ന ദമീർ. മനസ്സിലായോ? അപ്പോൾ മർഫൂ മുത്തസിലായ 14 ദമീറുകൾ. അത് മർഫൂ എന്ന് പറയാൻ കാരണം എന്താണ്? അതിൻ്റെ ഇഅ്റാബ് റഫ്ഉ ചെയ്യപ്പെട്ടതാണ്. കാരണം ഇവിടെയൊക്കെ ഫായിലായി വർത്തിക്കുന്നത് ഈ ദമീറുകളാണ്, ദമീറുകളാണ്. അതുകൊണ്ട് മർഫൂ ആണ്. അത് ഈ ഫേലുകളോട് ചേർന്നാണ്, ഫേലുകളോട് ചേർന്നാണ് ഈ ദമീറുകളുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മുത്തസിൽ എന്ന് പറയും, മുത്തസിൽ എന്ന് പറയും. ഗ്രന്ഥകാരൻ ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കും. വദുത്തിസാലിൻ മിൻഹു എന്ന് പറഞ്ഞിട്ട് മുത്തസിലായ ദമീറിനെ കുറിച്ച് പറയും. അപ്പോൾ നമുക്ക് അവിടെ ഇത് നമ്മുടെ മനസ്സിൽ വേണം.
തയ്യിബ്. ഇനി മറ്റൊരു ഗണാണ് മുൻഫസിലായ മർഫൂആയ ദമീറുകൾ. ഇവിടെ നോക്കി, മുൻഫസിലായ ദമീറുകൾ എന്ന് പറഞ്ഞെങ്കിൽ ഈ ദമീറുകൾ അത് മറ്റൊന്നിനോട് ചേർന്നല്ല, സ്വതന്ത്രമായിട്ടാണ് വരുന്നത്. മുത്തസിൽ തുടക്കത്തിൽ വരില്ല, പിന്നെയോ വേറൊന്നിനോട് ചേർന്ന് ആണ് വരിക. ദറബ്തു, ദറബ്ന, ദറബ്ത എന്നൊക്കെ ഉള്ളിടത്തുള്ളത് പോലെ. എന്നാൽ മുൻഫസിലായ ദമീർ അത് സ്വതന്ത്രമായിട്ടാണ് വരിക. മാത്രമല്ല അതൊന്ന് ക്രിയൻ്റെ അവസാനത്തിലോ ഇസ്മിൻ്റെ അവസാനത്തിലോ ഹർഫിൻ്റെ അവസാനത്തിലോ അല്ല, പിന്നെയോ ഇത് തുടക്കത്തിലും വരും. ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുൻ, അന, നഹ്നു. ഇതിൽ അന, നഹ്നു അതാണ് ഉത്തമ പുരുഷൻ, അതിനാണ് മുൻഗണന. പിന്നെ അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുൻ ഇതാണ് മധ്യം പുരുഷൻ. പിന്നെയാണ് ഹുവ, ഹുമാ, ഹും, ഹിയ, ഹുമാ, ഹുന്ന എന്നുള്ള പ്രഥമ പുരുഷൻ, ഗായിബിൻ്റെ ദമീർ. ഇത് റഫു ചെയ്യപ്പെട്ട മുൻഫസിലായ ദമീറുകൾ. മനസ്സിലായി? ഇത് നോക്കി നിങ്ങൾ, ഹുവ ഖായിമുൻ, ഹുവ അവൻ, ഖായിമുൻ നിൽക്കുന്നവനാകുന്നു. ഹുവ എന്നുള്ളത് എന്താണ്? മുബ്തദയാണ്. മുബ്തദ എന്താണ്? മർഫു ആണ്, റഫു ചെയ്യപ്പെട്ടതാണ്. ഖായിമുൻ ഖബർ മർഫു. അപ്പോൾ നോക്കി നിങ്ങൾ, ഹുവ, ഹുമ ഇതൊക്കെ എന്താണ്? ഹുമ ജാലിസാനി, ഹുമ മുബ്തദയാണ്. മുബ്തദക്ക് ഇറാബ് റഫ് ആണ്, അപ്പം മർഫു ആണ്, റഫു ചെയ്യപ്പെട്ടതാണ് ഇത്. അപ്പോൾ ഇത് റഫിൻ്റെ ദമീറുകളാണ്, മുൻഫസിലാണ്. എന്തുകൊണ്ട് മുൻഫസിൽ? അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ദമീറുകളിൽ മറ്റൊരു ഗണാണ് മുത്തസിൽ മൻസൂബ്, നസ്ബ് ചെയ്യപ്പെട്ട മുത്തസിലായ ദമീർ. നമ്മൾ ഒരു മുത്തസിൽ എന്ന് പറഞ്ഞെങ്കിൽ മറ്റൊന്നിനോട് ചേർന്ന് വരുന്നത്, ഒന്നുകിൽ മുത്തസിൽ ഒരു ഫെയിലിനോട് ചേർന്ന് വരും, അല്ലെങ്കിൽ അത് പിന്നെ മുത്തസിൽ ഹർഫിനോട് ചേർന്ന് വരും, പിന്നെ ഇസ്മിനോടും ചേർന്ന് വരും. ഇപ്പം കിതാബുഹു, ഖലമുഹു ഇങ്ങനെ. പിന്നെ ഈ ദമീർ, മുത്തസിലായ ദമീർ ചേർന്ന് വരും, ഇസ്മിനോട് ചേർന്ന് വരും. ഇവിടെ മുത്തസിലായ ദമീർ നസ്ബിൻ്റേതാണ്. അതുകൊണ്ട് നോക്കിയേ, ഇത് മഫൂലും ബിയാണ്, ദമീറുകളൊക്കെ മഫൂലും ബിയാണ്. ദറബ അവൻ അടിച്ചു, ഹു അവനെ, ദറബഹു അവനെ അടിച്ചു. അപ്പോൾ ഇവിടെ ദമീർ ഇതെന്താ? ഇത് മഫൂലും ബിയാണ്, മൻസൂബ്, നസ്ബ് ചെയ്യപ്പെട്ട ദമീറാണ്, കാരണം മഫൂലും ബിയാണ്. ദറബഹു അവൻ അവനെ അടിച്ചു. ദറബ ഹുമ അവൻ അവർ രണ്ടുപേരെ അടിച്ചു. ദറബ ഹുമ. അപ്പോൾ നോക്കിയേ, ഹുമ എന്നുള്ളത് മഫൂലും ബിയാണ്, മൻസൂബ്. അപ്പം നസ്ബിൻ്റെ മുത്തസിലായ ദമീർ, മുത്തസില എന്ന് പറയുമ്പോൾ അത് മറ്റൊന്നിനോട് ചേർന്ന വരിക, മറ്റൊന്നിനോട് ചേർന്ന് വരും. ഇതൊരിക്കലും തുടക്കത്തിൽ വരില്ല, തുടക്കത്തിൽ സ്വതന്ത്രമായിട്ട് വരില്ല, വേറെ അതിനോട് ചേർന്നാണ് വരിക. അതുകൊണ്ടാണ് അത് മുത്തസില എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. പിന്നെ അത് മഫൂലും ബി ആയിട്ടാണ് വരിക, മഫൂലും ബി ആണ്. അതുകൊണ്ടത് നസ്ബിൻ്റെ ദമീർ. ദറബഹു, ദറബഹുമ, ദറബഹും, ദറബഹ, ദറബഹുമ, ദറബഹുൻ, ദറബക, ദറബകുമ, ദറബകും, ദറബക്കി, ദറബകുമ, ദറബകുൻ, ദറബനി, ദറബന. കണ്ടോ? ഇവിടെയൊക്കെ എന്താണ്? ദമീറുകൾ മുത്തസിലാണ്, അത് മൻസൂബാണ്, നസ്ബ് ചെയ്യപ്പെട്ട ദമീറുകൾ. ദറബനി എന്നെ അടിച്ചു എന്നാണ്, എന്നെ എന്നുള്ളതാണ് അവിടെ എന്ത്? ദമീർ യാ ഉൽ മുത്തക്കല്ലിം. ആ യാ ഉൽ മുത്തക്കല്ലിം ഇവിടെ മഫൂലും ബിയാണ്, മൻസൂബാണ്. ദറബന. ഓക്കെ, അപ്പോൾ ഇതൊരു ഗണം. 14 എണ്ണം. ഇവിടെയും പിന്നെ മുത്തക്കല്ലിമിൻ്റെ ദമീർ, പിന്നെ മുഖാത്തബിൻ്റെ ദമീർ, പിന്നെ ഗായിബിൻ്റെ ദമീർ. ഇനി മറ്റൊരു ഗണാണ് ഇവിടെ മുൻഫസിലായ നസ്ബിൻ്റെ ദമീറുകൾ. മുൻഫസിൽ മൻസൂബ്, അതും 14 എണ്ണം ഉണ്ട്. ഇയാഹു, ഇയാഹുമ, ഇയാഹും, ഇയാഹ, ഇയാഹുമ, ഇയാഹുൻ,
ഇയ്യാക്ക ഇയ്യാക്കുമ ഇയ്യാക്കും ഇയ്യാക്കി ഇയ്യാക്കുമ ഇയ്യാക്കുന്ന ഇയ്യായ ഇയ്യാന. കണ്ട, ഇത് മുൻഫസിലായ നസ്ബിൻ്റെ ദമീറുകളാണ് മുത്തകല്ലിമിന്. ഇവിടെ മുഖാത്തബിന്, ഇത് ഗായിബിന്. ഈ മുൻഫസിലായ ദമീറും ഇത് മുൻഫസിൽ നസ്ബിൻ്റെ മൻസൂബ് ആയ മുൻഫസിലിൻ്റെ ദമീറാണ്. ഇവിടെ മുത്തസിലാണ് നസ്ബിൻ്റെ ദമീറുകളാണ്. മുത്തസിലും ഈ മുൻഫസിലും തമ്മിൽ എന്താണ് വ്യത്യാസം? മുത്തസിലായ ദമീർ അവസാനത്തിലാണ് വരിക, തുടക്കത്തിൽ വരില്ല, അതിനോട് ചേർന്നാണ് വരിക. എന്നാൽ മുൻഫസിലായ ദമീർ ഇത് തുടക്കത്തിൽ വരും. ഇയ്യാക നഅ്ബുദു, ഇയ്യാക നഅ്ബുദു, കണ്ടോ, ഇയ്യാക തുടക്കത്തിൽ വന്നു. എന്നാൽ ഇത് മുത്തസിലാണ് എങ്കിൽ നഅ്ബുദുക നഅ്ബുദുക അങ്ങനെ പറയാം. ഒരിക്കലും എന്ത് ചെയ്യില്ല, മുത്തസിൽ തുടക്കത്തിൽ വരില്ല. ഏതായാലും അതാണ് മുൻഫസിലും മുത്തസിലും തമ്മിൽ വ്യത്യാസം. മുത്തസിലായ ദമീറിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട്, അത് ഇല്ലയെ തുടർന്ന് വരില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കവിത വരയ്ക്കുമ്പോൾ അതിൻ്റെ വിശദീകരണം വരും, അവിടെ ഇൻഷാ അല്ലാഹ് അത് പറയാം. പിന്നെ ഞാൻ അതിൻ്റെ ഒരു വേർതിരിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് 14 മുൻഫസിലായ നസ്ബിൻ്റെ ദമീറുകൾ. ഇയ്യായ ഇയ്യാന മുത്തക്കല്ലിമിൻ്റേത്, ഇയ്യാക്ക ഇയ്യാക്കുമ ഇയ്യാക്കും ഇയ്യാക്കി ഇയ്യാക്കുമ ഇയ്യാക്കുന്ന മുഖാത്തബിൻ്റേത്, ഇയ്യാഹു ഇയ്യാഹുമ ഇയ്യാഹും ഇയ്യാഹ ഇയ്യാഹുമ ഇയ്യാഹുന്ന അത് ഗായിബിൻ്റേത്. ഇനി മുത്തസിലായ മജ്റൂർ ജറ് ചെയ്യപ്പെട്ട ദമീറുകൾ, മുത്തസിലായ ജറ് ചെയ്യപ്പെട്ട ദമീറുകൾ അത് 14. അത് ഏതൊക്കെയാണ്? ബി ബിന, പിന്നെ അത് മുത്തക്കല്ലിമിൻ്റേത്, മുഖാത്തബിൻ്റേത് ബിക ബികുമ ബിക്കും, ബിക്കി ബികുമ ബിക്കുന്ന 6. പിന്നെ ഗായിബിൻ്റെ ദമീർ അത് ബിഹി ബിഹിമ ബിഹിം ബിഹ ബിഹിമ ബിഹിന്ന. ഇത് മജ്റൂറായ മുത്തസിലിൻ്റെ ദമീറുകളാണ്. ദമീറുകൾ ഇങ്ങനെ 70 എണ്ണം ചില വ്യാകരണ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഈ എണ്ണത്തിൽ ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. തയ്യബ് മാത്രമല്ല, പിന്നെ ദമീറുകൾ നിർണ്ണയിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ദമീറുകളെ കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠനം വരും. ഇനി അതാണല്ലോ നമ്മളുടെ ഈ കവിത ബെയ്ത്തുകളിൽ നമ്മൾ പഠിക്കാൻ പോണത്. പക്ഷെ നമുക്കൊരു പ്രഥമ ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, ഈ ഒരു ഭാഗം ഇവിടെ ഒന്ന് കേൾപ്പിച്ചത്. നമ്മൾ എന്താണ് ദമീർ എന്ന് പറഞ്ഞു? ഇസ്മുൻ ജാമിദുൻ യദുല്ലു അലൽ മുതകല്ലിമി വൽ മുഖാതബി വൽ ഗായിബി എന്നാണ് ഇസ്മുൻ ജാമിദ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കി. ഇനി നമുക്ക് ഗ്രന്ഥകാരൻ ഇവിടെ ദമീറുകളുടെ വിഷയത്തിൽ പറഞ്ഞ ആദ്യ പദ്യം അതാണ് നമ്മൾ ഇനിയൊന്നും അർത്ഥം വെക്കുന്നത്, പെട്ടെന്ന് മനസ്സിലാക്കാം. അതേ പറയുന്നു, ഫമാലിദി ഗൈബതിൻ ഔ ഹുദൂരി കഅൻത വഹുവ സമ്മി ബിദ്ദമീരി, ഫമാലിദി ഗൈബതിൻ ഔ ഹുദൂരി കഅൻത വഹുവ സമ്മി ബിദ്ദമീരി. ഇവിടെ അതിന് ഫൗൽ ഫസീഹ എന്ന് പറയും. ഫൗൽ ഫസീഹ എന്ന് പറയും. എന്താ ആ ഫൗൽ ഫസീഹൻ്റെ ധർമ്മം? നമ്മൾ ഗ്രന്ഥകാരൻ ഇതിന് മുമ്പ് പറഞ്ഞു, വഗൈറുഹു മാരിഫത്തുൻ കഹുവദി വഹിന്ദവബിനി വൽ ഗുലാമി വല്ലതി. മാരിഫയുടെ ഇനങ്ങൾ പറഞ്ഞു അല്ലേ? ആ ഇനങ്ങളെ ഓരോന്നിനെയും വിശദീകരിച്ച് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ അത് വിശദീകരിച്ച് മനസ്സിലാക്കുവാൻ അദ്ദേഹം ദമീറിൽ തുടങ്ങുകയാണ്. അപ്പോൾ ആ മാരിഫയുടെ ഇനങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹം എന്ത് ചെയ്യാണ്? അത് മനസ്സിലാക്കി തരികയാണ്. അതാണ് ഇവിടെ ഈ അറിയിക്കുന്ന ആശയം, ഫസീഹത്തിൻ്റെ എന്ന് പറയും. പദ്യത്തിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലൊരു തഖ്ദീം തഅഖീറുണ്ട്, മുന്തിപ്പിക്കലും പിന്തിപ്പിക്കലും ഉണ്ട്. സമ്മി എന്ന് പറഞ്ഞാൽ നീ പേര് വെച്ചോ. യാതൊന്നിന് യാതൊന്നിന് നീ പേര് വെച്ചോ. എന്ത്? ദമീർ എന്ന്, ദമീർ കൊണ്ട് യാതൊന്നിന് നീ പേര് വെച്ചോ. ഉണ്ടോ? അപ്പം അതിൻ്റെ സമ്മി ബിദ്ദമീർ
ഫ സമ്മി, നീ പേര് വെച്ചോ യാതൊന്നിന് എന്ത് പേര് വെച്ചോ, ബിദ്ദമീർ, ദമീർ എന്ന് പേര് വെച്ചോ, ദമീർ കൊണ്ട് പേര് വെച്ചോ. ആ യാതൊന്ന് അതെന്താണ്? ലിദീ ഗൈബത്തിൻ ഔ ഹുദൂരിൻ, ലിദീ ഗൈബത്തിൻ എന്ന് പറഞ്ഞാൽ ലിസാഹിബി ഗൈബത്തിൻ, ദി എന്ന് പറഞ്ഞാൽ സാഹിബ്, ഗൈബത്തിൻ്റെ വാക്താവിന്, ആൾക്ക്, ഔ ഹുദൂരി അല്ലെങ്കിൽ ഹുദൂറിൻ്റെ ആളിന്, അല്ലേ, ഹുദൂറിൻ്റെ വാക്താവിന്. ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ഹാജറില്ലാത്തവൻ, ഹുദൂർ എന്ന് പറഞ്ഞാൽ ഹാജറുള്ളവൻ, ഹാജർ ഉള്ളവൻ. ഹുദൂർ കൊണ്ട് ഉദ്ദേശം ഈ മുത്തക്കല്ലിമും ഈ മുഖാത്തിബുമാണ്. ഗൈബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയപ്പെട്ട ഗായിബാണ്. മുത്തക്കല്ലിം ഹാദറുണ്ട്, സംസാരിക്കുന്നവൻ ഇവിടെ ഉണ്ട്. മുഖാത്തിബ് സംസാരിക്കപ്പെടുന്നവൻ, ആരോടാണ് സംസാരിക്കുന്നത് അയാളും ഇവിടെ ഉണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ ഹുദൂറിൻ്റെ ആളിനും ഗൈബത്തിൻ്റെ ഗായിബായവനും ദമീർ കൊണ്ട് നീ പേര് വെച്ചോ എന്നാണ്. ദമീർ കൊണ്ട് നീ പേര് വെച്ചോ, ദമീർ എന്ന് പേര് വെച്ചോ എന്നാണ്. ഗൈബത്തിൻ്റെ ഹുദൂറിൻ്റെയും ആളെന്ന് പറഞ്ഞെങ്കിൽ കഅൻത വഹുവ, കഅൻത അൻത പോലെ, വഹുവ ഹുവയും പോലെ. അപ്പോൾ അൻത പോലുള്ള, ഹുവ പോലുള്ള ഹുദൂറിൻ്റെ അല്ലെങ്കിൽ ഗായിബിൻ്റെ ആൾക്ക് നീ ദമീർ എന്ന് പേര് വെച്ചോ എന്നാണ്. ദമീർ എന്ന് പേര് വെച്ചോ എന്നാണ്. അപ്പോൾ അദ്ദേഹം ദമീറിനെ മനസ്സിലാക്കി തരികയാണ്. അൻത ഹുവ പോലുള്ള ഹുദൂറിനെ അറിയിക്കുന്ന അല്ലെങ്കിൽ ഗായിബിനെ അറിയിക്കുന്ന ഇസ്മുകൾക്ക് നീ ദമീർ എന്ന് പേര് വെച്ചോ എന്നാണ് അതിൻ്റെ താല്പര്യം. മുത്തക്കല്ലിം ഹാദിറാണ്, സംസാരിക്കുന്നവൻ. മുഖാത്തബ് ആരോട് സംസാരിക്കുന്ന അവനും ഹാദിറാണ്. എന്നാൽ ഗൈബത്തിൻ്റെ ആള്, അയാൾ, അവൻ, അവൾ, അവൻ്റെ, അവളുടെ, അതിൻ്റെ, ഇതൊക്കെ എന്താണ്? ഹുദൂറല്ല. മനസ്സിലല്ലേ? അത് ഇവിടെ ഹാദിർ അല്ല, പിന്നെയോ അത് ഗായിബാണ്, സന്നിഹിതമല്ല, അത് ഹാജറില്ലാത്ത നിലക്കാണ്. ഏതായാലും ഇവിടെ പിന്നെ നമ്മുടെ ഗ്രന്ഥകാരൻ ഇബ്നു മാലിക് റഹിമഹുല്ല പറയുന്നത് ദമീറുകൾ ഗായിബിൻ്റെയും ഹുദൂറിൻ്റെയും അല്ലെങ്കിൽ ഗായിബിനെയും ഹുദൂറിനെയും അറിയിക്കുന്ന പ്രത്യേക നാമങ്ങളാണ്. അൻത ഹുവ പോലുള്ള, അൻത ഹുവ പോലുള്ള എന്ന് പറഞ്ഞാൽ അൻതയിലും ഹുവയിലും പരിമിതമല്ല, പിന്നെയോ ഇതിൻ്റെ ഗണം വളരെ വലുതാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അൻത ഒരു ഉദാഹരണം മാത്രമാണ്. കണ്ടോ? അൻത ഉദാഹരണം മാത്രമാണ്. ഹുവയും ഉദാഹരണം മാത്രമാണ്. അത് മുത്തസിൽ മർഫൂ ആയിട്ടുള്ളതുണ്ട്, മുൻഫസിൽ മർഫൂ ആയിട്ടുള്ളതുണ്ട്, മുത്തസിൽ മൻസൂബായിട്ടുള്ളതുണ്ട്, മുൻഫസിൽ മൻസൂബായിട്ടുള്ളതുണ്ട്, മുത്തസിൽ മജ്റൂർ ആയിട്ടുള്ളതുണ്ട്. ഇവിടെ ഈ പോലെ എന്ന് പറഞ്ഞത് ഉണ്ടോ? പോലെ എന്ന് പറഞ്ഞത് അൻത ഹുവ എന്നതിൽ പരിമിതമല്ല, പിന്നെയോ വളരെ നീണ്ട ഗണങ്ങളാണ്. പിന്നെ ധാരാളം ദമീറുകളുണ്ട് എന്നതിലേക്കുള്ള സൂചനയുമാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് മനസ്സിലാക്കിയത് എന്താണ് ദമീറുകൾ, അവ ഏതെല്ലാം, ദമീറുകളുടെ ചില പ്രത്യേകതകൾ. നമ്മുടെ ഗ്രന്ഥകാരൻ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ ദമീറുകളെ, അതിൻ്റെ വകുപ്പുകളെ, പ്രത്യേകതകളെ തുടർന്ന് മനസ്സിലാക്കി തരും. ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കി വച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ബെയ്ത്തുകൾ പെട്ടെന്ന് പ്രാപ്യമാക്കാൻ സാധിക്കും. ഈ ദമീറുകൾ, ഈ പ്രത്യേകതകളുള്ള ദമീറുകളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മുത്തസിൽ മർഫൂ, മുൻഫസിൽ മർഫൂ, മുത്തസിൽ മൻസൂബ്, മുൻഫസിൽ മൻസൂബ്, മുത്തസിൽ മജ്റൂർ എന്നീ വകുപ്പുകൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഗ്രന്ഥകാരൻ ഇനി വിശദീകരിക്കുന്ന ദമീറുകൾ, അതിലുള്ള ബെയ്ത്തുകളെ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.